റഷ്യയ്ക്ക് അമേരിക്കയുടെ അന്ത്യശാസനം. 50 ദിവസത്തിനകം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ധാരണയിലെത്തിയില്ലെങ്കിൽ 100% താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് മുന്നറിയിപ്പ്. നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റട്ടെയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ട്രംപിന്റെ പ്രഖ്യാപനം. വിവരങ്ങളുമായി ഐസൻ ജോസഫ് ചേരുന്നു. ഐസൻ, യുദ്ധം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ യുക്രൈന് കൂടുതൽ ആയുധങ്ങൾ നൽകും എന്നൊക്കെ പറയുന്നുണ്ട് ട്രംപ്. വിവരങ്ങൾ? തീർച്ചയായും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകണമെന്നാണ് ട്രംപിന്റെ കൃത്യമായ ഒരു മുന്നറിയിപ്പ്. നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു, ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു, പാട്രിയറ്റ് മിസൈലുകൾ യുക്രൈന് നൽകാൻ തയ്യാറാണ് എന്ന് അമേരിക്ക അറിയിക്കുന്ന ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിന് പിന്നാലെയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മാർക്ക് റട്ടെ, അതായത് UN ജനറലുമായുള്ള കൂടിക്കാഴ്ച ട്രംപ് നടത്തുകയും ചെയ്തത്. ഈ കൂടിക്കാഴ്ചയിലാണ് ഒരു നിലപാട് ട്രംപ് ഈ നിലപാടിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹം എടുത്തു പറയുന്നത് 50 ദിവസത്തെ സമയം, അതായത് ഇന്നു മുതൽ 50 ദിവസത്തെ സമയത്തിനുള്ളിൽ യുക്രൈനുമായുള്ള പ്രശ്നങ്ങൾ, അതായത് യുദ്ധം പരിഹരിച്ചില്ലെങ്കിൽ 100% അധിക താരിഫ് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഏർപ്പെടുത്തുമെന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ട്രംപ് നൽകിയിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഈ ശക്തമായ ആക്രമണം നടന്നൊരു സാഹചര്യത്തിൽ സ്വയം പ്രതിരോധം അനിവാര്യമാണ് യുക്രൈനെ. ആ സാഹചര്യത്തിൽ യുക്രൈന് പാട്രിയറ്റ് മിസൈലുകൾ നൽകാനുള്ള ഒരു തീരുമാനമുണ്ട് എന്നും അറിയിച്ചിരുന്നു. അത്തരത്തിൽ നൽകുന്ന പാട്രിയറ്റ് മിസൈലുകളുടെ തുക സംബന്ധിച്ച് അത് യൂറോപ്യൻ യൂണിയന്റെ ഫണ്ടിൽ നിന്നും ലഭ്യമാക്കുമെന്നും അദ്ദേഹം അറിയിക്കുകയും ചെയ്തിരുന്നു. വൻതോതിലുള്ള $350 ബില്യൺ യുക്രൈന് വേണ്ടി ചെലവഴിച്ചൊരു സാഹചര്യത്തിൽ തുടർന്നും പണം ചെലവഴിക്കാൻ തയ്യാറല്ലെന്ന് നേരത്തെ വ്യക്തമാക്കി സൈനിക സഹായം നിർത്തിവെക്കാനുള്ള ഒരു തീരുമാനം മാസങ്ങൾക്ക് മുമ്പ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ നിലവിൽ യൂറോപ്യൻ യൂണിയന്റെ ചെലവിൽ കൃത്യമായും പാട്രിയറ്റ് മിസൈലുകൾ, പ്രതിരോധ സംവിധാനങ്ങൾ ലഭ്യമാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ നാറ്റോ രാജ്യങ്ങളുടെ സെക്രട്ടറി ജനറലുമായി അദ്ദേഹം നേരത്തെ നമുക്കറിയാവുന്നതാണ്, യുക്രൈൻ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ, തുടങ്ങിയ സാഹചര്യത്തിലെല്ലാം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അമേരിക്ക ഭാഗത്തുനിന്നുണ്ടാവുകയും രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുകയാണെങ്കിൽ നാറ്റോ റഷ്യക്കെതിരെ തിരിഞ്ഞതായുള്ള നിലപാടായി അതിനെ കണക്കാക്കുമെന്ന ഒരു മുന്നറിയിപ്പാണ് അന്ന് വ്ളാഡിമിർ പുടിൻ റഷ്യയ്ക്ക് അമേരിക്കയുടെ അന്ത്യശാസനം. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.